പ്രിയ നീ ഇത് വിളിച്ചേ. എന്താ? നീ ഇപ്പൊ പഴയ പ്രിയനല്ല, കരിനാഗത്തെ പോലും ചോദ്യം ചെയ്യാൻ അധികാരമുള്ള പുതിയ പ്രിയനാ. നീ ജോലി ചെയ്യാൻ പാടില്ല, ജോലി ചെയ്യിക്കാനേ പാടുള്ളൂ. നീ ഓർഡർ ഇടും, ഞാനും മറ്റുള്ളവരും അനുസരിക്കും. മോനെ, കൈലാഷ് സാറ് എനിക്ക് ചില അധികാരങ്ങളൊക്കെ തന്നതുകൊണ്ട് ഞാൻ വലിയ പുള്ളിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ വെറും തോന്നല് മാത്രമാണ്. കരുണാകരൻ സാർ ഇവിടുത്തെ പ്രൊഡക്ഷൻ ചീഫും ഞാൻ വെറും സൂപ്പർവൈസറും തന്നെയാണ്. കൈലാഷ് സാർ ഇങ്ങനൊരു തീരുമാനം എടുത്തതുകൊണ്ട് എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയോ? കൈലാഷ് സാർ അവർക്ക് നേരെ ആക്ഷൻ എടുത്തത് ഞാൻ കാരണമാണെന്ന് കരുണാകരൻ സാറും മുക്താ മേഡവും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എന്നെ അവര് ശത്രുവായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം രണ്ടും കൂടി എന്റെ മെക്കിട്ട് കയറാൻ തുടങ്ങും. അല്ല, ആരാ ഈ രണ്ടുപേരും? മുക്താ മേഡത്തെ കൈലാഷ് സാർ പുറത്താക്കിയില്ലേ? അത് സസ്പെൻഷനാ, ഡിസ്മിസൽ അല്ല. ഓ, ഒരാഴ്ച കഴിഞ്ഞ മുക്താ മേഡം വീണ്ടും കമ്പനിയിൽ ജോയിൻ ചെയ്യും. വെറുതെ ഇരിക്കുന്ന ഒരാഴ്ച പ്രിയനിട്ട് എങ്ങനെ പണി കൊടുക്കാമെന്നായിരിക്കും മുക്താ മേഡം ആലോചിക്കുന്നത്. മുക്താ മേഡം ആലോചിച്ചോട്ടെ, അതിന് നിനക്കെന്താ? നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കൈലാഷ് സാറില്ലേ? കരിനാഗം ഇവിടെ കിടന്ന് കുറച്ച് നെകളിച്ചതല്ലേ, അതിനെല്ലാം തിരിച്ചടി കൊടുക്കാൻ കിട്ടിയ ചാൻസാ ഇത്. തിരിച്ചടിക്കാനൊന്നും ഞാനില്ല. വേണ്ട, നീ വെറുതെ കൈയും കെട്ടി നോക്കിയിരുന്നാ മതി. തിരിച്ചടിയൊക്കെ ഞാൻ കൊടുത്തോളാം. നിന്റെ പേരിൽ ഞാൻ ഇവിടെ കിടന്നൊരു വെലസ്. ജോലിയൊന്നും ചെയ്യാതെ കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കാൻ നല്ല സുഖാണല്ലേ? അതെങ്ങനെ അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിയതിന്റെ സുഖം കൈലാഷ് സാർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അനുഭവിക്കാതെ എവിടെ പോവാനാ? ഞങ്ങള് കഥ പറഞ്ഞോണ്ട് ഇന്നല്ല സർ, പ്രിയന് പുതിയ അധികാരങ്ങളൊക്കെ കിട്ടിയതല്ലേ, എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഇവര് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പ്രിയ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കരുണാകരൻ സാറിൽ നിന്ന് വേണം ആരംഭിക്കാൻ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സാർ? എന്നിൽ നിന്ന് ആരംഭിക്കണമെന്ന് പറഞ്ഞ എന്റെ കാൽ തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് തുടങ്ങണമെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? എന്റെ കാൽ തൊട്ട് വണങ്ങാനും വേണം ഒരു യോഗ്യത. ഇവനതില്ല. അയ്യോ സാറേ, തെറ്റിദ്ധരിക്കല്ലേ. സാറിന്റെ കാല് തൊട്ട് വണങ്ങാൻ മാത്രം ഇവൻ അത്രമാത്രം അധപതിച്ചിട്ടൊന്നുമില്ല. ഇനി ആരെങ്കിലും ജോലിക്കെടുക്കുമ്പോ ആളെ കണ്ട് പ്രിയന് ബോധിക്കണമെന്നും പ്രിയൻ ഓക്കെ പറഞ്ഞ് സൈൻ ചെയ്താൽ മാത്രമേ ജോലിക്കെടുക്കാൻ പാടുള്ളൂ എന്നല്ലേ കൈലാഷ് സാറിന്റെ പുതിയ ഓർഡർ. അതുകൊണ്ട് അപ്പോയിന്റ്മെന്റ് ഓർഡറിൽ പ്രിയൻ സൈൻ ചെയ്താൽ മാത്രം പോരല്ലോ, സീലും പതിപ്പിക്കണ്ടേ? സീല് സാറിന്റെ മേശപ്പുറത്തല്ലേ, സാർ അതെടുത്ത് പ്രിയന് കൊടുക്കണം. മോഹന, നീ മിണ്ടാതിരിക്കടാ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. പ്രൊഡക്ഷൻ ചീഫ് എന്ന അധികാരത്തിൽ ഇയാൾ ഇവിടെ കാണിച്ച തോന്നിവാസങ്ങളൊന്നും നീ മറന്നിട്ടൊന്നുമില്ലല്ലോ. കാലത്ത് കയറി വരുന്ന നിമിഷം മുതൽ തുടങ്ങും രാഗാനും ശപിക്കാനും. എത്ര നന്നായിട്ട് ജോലി ചെയ്താലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് മെക്കിട്ട് കയറും. ഇയാൾക്ക് വിരോധമുള്ള ആളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഇവിടെ ഇട്ട് ചക്രശ്വാസം വലിപ്പിക്കും. ഇയാളുടെ മാടമ്പിത്തരം അവസാനിച്ചു. ഇയാളെ ചോദ്യം ചെയ്യാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉയർന്നു വന്നു. അതുകൊണ്ട് കരുണാകരൻ സാറേ, ഒന്ന് സൂക്ഷിച്ചോ. ചക്ക, മുന്നറിയിപ്പ് തന്നതിന് നന്ദി. ഇതുപോലെ ഞാനും നിനക്കൊരു മുന്നറിയിപ്പ് തരാം. നീ ഞാഞ്ഞൂളെന്ന് കേട്ടിട്ടുണ്ടോ? ചില നാട്ടിൽ അതിനെ മണ്ണിരാന്നും പറയും. ഗ്രഹണ സമയത്ത് അത് തലപൊക്കും. ആ സമയത്ത് സർപ്പമാണെന്ന അതിന്റെ വിചാരം. ഉണങ്ങിയ ഒരു കമ്പെടുത്ത് അതിന്റെ തലയ്ക്കൊരടി വെച്ചോട്ടത് അത് കിടന്ന് പൊളയും. ഞാൻ പാമ്പല്ല, വെറും ഞാഞ്ഞൂലാണെന്ന് അപ്പോഴേ അതിന് ബോധം വരും. പ്രിയ, കൈലാഷ് പറഞ്ഞ വെറും വാക്കിന്റെ പുറത്ത് നീ പത്തി വിടർത്തരുത്. നിന്റെ നെറുകയിൽ തന്നെ അടി വീഴും. കരുണാകരനോട് മുട്ടാനുള്ള മൂപ്പൊന്നും തികഞ്ഞിട്ടില്ലടാ നിനക്ക്. കരുണാകരൻ സാറേ, മോഹൻ പറഞ്ഞത് മോഹന്റെ ആഗ്രഹം, അതെന്റെ അഭിപ്രായമായിട്ട് സാർ എടുക്കണ്ട. സാറ് തന്നെ സാറിന്റെ കസേരയിൽ എന്നെ പിടിച്ചിരുത്തിയാലും ഞാൻ ഇരിക്കില്ല. പിന്നെ സാറ് പറഞ്ഞില്ലേ, പത്തി വിടർത്തിയാൽ എന്റെ നെറുകയിൽ തന്നെ അടി വീഴുമെന്ന്. സാറിനോട് മുട്ടാനുള്ള മൂപ്പ് എനിക്ക് തികഞ്ഞിട്ടില്ല എന്ന്. സാറിനോട് മുട്ടാൻ ഞാൻ വരില്ല. പക്ഷേ മനസ്സിൽ വിരോധം വച്ചിട്ട് സാർ എന്നോട് മുട്ടാൻ വന്ന പ്രായം കൊണ്ട് സാറിനാ മൂപ്പ്.
പക്ഷെ കൈക്കരുത്തിൽ എനിക്കാ മൂപ്പ്. അത് സാറ് തിരിച്ചറിയണം. അത് മനസ്സിൽ വെച്ചാൽ സാറിന് കൊള്ളാം.